നമസ്കാരം. സനാതനധർമ്മ വിശ്വാസപ്രകാരം നിരവധിയാർന്ന വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ് അമാവാസി എന്ന് പറയുന്നത്. ഈ അമാവാസി ദിവസം വളരെയധികം പ്രത്യേകതകളുണ്ട്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ദിവസം കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതായ ചില അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ച്, അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തേത് സാക്ഷാൽ പരമശിവന്റെ ചിത്രവും രണ്ടാമത്തേത് കാളീദേവിയുടെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് ഭഗവാനോട് അല്ലെങ്കിൽ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരു ദേവതകളോടും പ്രാർത്ഥിച്ചുകൊണ്ട് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഈ നിമിഷം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്നോ ദേവിയുടെ മറ്റ് മന്ത്രങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമശിവന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ആ കാര്യങ്ങളിൽ പലതും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇന്നേ ദിവസം ചില പരിശ്രമങ്ങൾ വിജയം കാണും. എന്നാൽ ശുഭകരമായ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമല്ല എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം കഴിഞ്ഞ് കാര്യങ്ങൾ ആരംഭിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാകുന്നു. എന്നാൽ ഇത്തരത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. അല്പം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. ചതി ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടതാണ്. രക്ഷപ്പെടാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അനുഭവപ്പെടും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ആ ദുഃഖങ്ങളിൽ നിന്നും ആശ്വാസം പകരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. പല കാര്യങ്ങളിലും സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ ഇനിയും മുൻപോട്ട് വരും എന്ന കാര്യം ഓർക്കുക. നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ട് മാത്രം ഏത് കാര്യത്തിലും ഏർപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുമുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരത്തിൽ നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇനിയും സാധിക്കുന്നതാണ്. അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഏത് വിധേനയും കയ്യിൽ പണം എത്തുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. കുറുക്കുവഴിയിലൂടെ മുൻപോട്ട് പോവുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കുറുക്കുവഴികൾക്ക് സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ആത്മധൈര്യം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. അത് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. കുറുക്കുവഴിയിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാം. എന്നാൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് പകരം നഷ്ടവും മനക്ലേശവും മാനഹാനിക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പല സമയങ്ങളിലും പല വ്യക്തികൾക്കായി ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ.
അവർ അതെല്ലാം മറന്നിരിക്കുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ അത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ തീർച്ചയായും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശ യാത്രകൾ അല്ലെങ്കിൽ അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും വർദ്ധിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. വാക് സാമർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള മനക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ് ഇത്. അത്തരത്തിലുള്ള ക്ലേശങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്രകാരം തരണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പം പുലർത്തുന്നവരാണ് നിങ്ങൾ. ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ പിഴവ് സംഭവിക്കുന്നത് മൂലം ഇവർക്കുള്ള ആ ബന്ധം നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുന്നതിനോ സാധ്യത കൂടുതലാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം എന്തോ പിഴവ് പറ്റുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. അത്തരത്തിൽ പിഴവ് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ ദേവി നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സൽപ്രവർത്തികൾ നിങ്ങൾക്ക് വളരെ കൂടുതലായി തന്നെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായി ബന്ധം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ബന്ധം പുലർത്തുന്നതിലൂടെ നിങ്ങളിൽ വന്നു ചേരേണ്ട ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും. സാമർത്ഥ്യം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. സാമർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സരസ്വതി കടാക്ഷം കൂടി നിങ്ങൾക്കുണ്ട്. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ അർഹിക്കുന്നതായ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള സഹായം ദേവിയുടെ കടാക്ഷത്താൽ കൂടി തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. വലിയ രീതിയിലുള്ള പദ്ധതികൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ആ പദ്ധതികൾ വിജയിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യം ഏറുന്നതായ അവസരം കൂടിയാണ് ഇത്. ആഡംബരപൂർണമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈശ്വരാധീനം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. മധ്യവയസ്സിന് ശേഷം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാകുന്നു. മധ്യവയസ്സിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. ബുദ്ധി സാമർഥ്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം വളരെയധികം അനുകൂലമാകുന്ന കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ഈ നിമിഷം വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും മുന്നോട്ടു പോകുവാനും നിങ്ങൾക്ക് സാധിക്കും.
ഉത്തരവാദിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കും. എന്നിരുന്നാൽ പോലും ചില തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ദേവിയുടെ കടാക്ഷത്താൽ ഒഴിവാക്കി മുന്നോട്ട് പോകാം. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കും എന്നാണ് ഫലം. എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ വീണ്ടും കാലതാമസം നേരിടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.